അപ്പോൾ നമുക്ക് റാഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനുമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് സെറ്റായി കഴിഞ്ഞാൽ ഒരുവിധം പ്രോബ്ലംസൊക്കെ നമുക്ക് ഈസിലി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അഡീഷൻ്റെ കേസിൽ ജനറൽ ഫോമിൽ എങ്ങനെയാണ്? A/B എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ പ്ലസ് C/D എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ആദ്യം A/D മൾട്ടിപ്ലൈ ചെയ്യാം. A/D പ്ലസ് പിന്നെ B/C മൾട്ടിപ്ലൈ ചെയ്യുക. B/C ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. B/D ഇതാണ് ഫോമുല. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് വേറൊരു കാരണം കൂടെ പറയാം. A/B എന്ന് പറയുന്ന റാഷണൽ നമ്പറിൻ്റെ കൂടെ C/D എന്ന് പറയുന്ന മറ്റൊരു റാഷണൽ നമ്പർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ A/D പ്ലസ് B/C ഡിവൈഡഡ് ബൈ B/D ഇതാണ് നമ്മുടെ ഫോമുല. ഇനി കുറച്ച് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ 1/2 പ്ലസ് 3/4 ഈക്വൽ ടു 1 × 4 പ്ലസ് 2 × 3 ഡിവൈഡഡ് ബൈ 2 × 4 ഈക്വൽ ടു 1 × 4 4 പ്ലസ് 2 × 3 6 ഡിവൈഡ് ബൈ 2 × 4 ഈസ് 8 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 10/8 എന്ന് എഴുതാം. 10/8 നമുക്ക് ഈക്വൽ ടു 5/4. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. ഇനി വേറെ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. 5/4 പ്ലസ് 1/3 ഇങ്ങനെ നമുക്ക് എഴുതാം. 5 × 3 പ്ലസ് 4 × 1 ഡിവൈഡ് ബൈ 4 × 3 ഈക്വൽ ടു 5 × 3 ഈസ് 15 പ്ലസ് 4 × 1 ഈസ് 4 ഡിവൈഡ് ബൈ 4 × 3 ഈസ് 12 ഈക്വൽ ടു 15 പ്ലസ് 4 ഈസ് 19/12 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ എങ്ങനെ എഴുതാം? സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ A/B എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ മൈനസ് C/D എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? A/D മൈനസ് C/B ഡിവൈഡഡ് ബൈ B/D. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ വാല്യൂസൊക്കെ തെറ്റിപ്പോകുണ്ടോ. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒന്നുകൂടെ കേട്ടോളൂ. A/B എന്ന് പറയുന്ന റാഷണൽ നമ്പർ മൈനസ് C/D ചെയ്യുകയാണെങ്കിൽ A/D മൈനസ് C/B ഡിവൈഡഡ് ബൈ B/D. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ 5/2 മൈനസ് 1/3 ഈക്വൽ ടു 5 × 3 മൈനസ് 1 × 2 ഡിവൈഡഡ് ബൈ 2 × 3 ഈക്വൽ ടു 5 × 3 ഈസ് 15 മൈനസ് 1 × 2 ഈസ് 2 ഡിവൈഡ് ബൈ 2 × 3 ഈസ് 6. 15 മൈനസ് 2 ഈസ് 13 13/6. ഓക്കെ അല്ലേ? ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. വേറെ എക്സാമ്പിൾ ഏതാ? 1/5 മൈനസ് 1/2 1 × 2 മൈനസ് 1 × 5 ഡിവൈഡ് ബൈ 2 × 5 ഈക്വൽ ടു 1 × 2 ഈസ് 2 മൈനസ് 1 × 5 ഈസ് 5 ഡിവൈഡ് ബൈ 2 × 5 ഈസ് 10 ഈക്വൽ ടു മൈനസ് 3/10. ഇത്രയേ ഉള്ളൂ. നമുക്ക് റാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യണം. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഇത്രയും ബുദ്ധിമുട്ടില്ല മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. എങ്ങനെ? A/B ഇൻറ്റു C/D ചെയ്യുക. നമ്മൾ എന്താ ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. A × C ഡിവൈഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. B/D. ഇത്രയേ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇതൊരു ബുദ്ധിമുട്ടാണോ? അഡീഷനും സബ്സ്ട്രാക്ഷനും വെച്ചിട്ട് ഇത് എന്താണ്? സുഖമാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഓക്കെ. 1/2 ഇൻറ്റു 5/3 ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 5 ഡിവൈഡ് ബൈ 2 × 3 ഈക്വൽ ടു 5/6. അത്രയേ ഉള്ളൂ. വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 × 5 ഇൻറ്റു 4 × 3 ഈക്വൽ ടു 3 ക്യാൻസൽ ചെയ്തു. ആൻസർ ഈസ് 4/5. ഇത് വളരെ സിമ്പിളായി പോയല്ലേ? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെയ്യാം അല്ലേ? 5 × 6 ഇൻറ്റു 3 × 6 രണ്ടും ഒരുപോലെ. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. 3 × 5 ഡിവൈഡ് ബൈ 6 × 6 എന്നാണ് ചെയ്യേണ്ടത്. 3 × 5 ആണ് 15 ഡിവൈഡ് ബൈ 6 × 6 ഈസ് 36.
ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിളൂടെ ചെയ്തുതരാം. 7 × 3 × 2 × 4 equal to 7 × 2 divided by 3 × 4. That's equal to 7 × 2 is 14 divided by 3 × 4 is 12. സെറ്റല്ലേ? ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാം. 7/6 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷനും കൂടെ പറയാം. ഡിവിഷൻ്റെ കേസിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. A/B ഡിവൈഡഡ് ബൈ C/D എന്ന ഫോമിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് നമ്മൾ എഴുതുക A/B ഡിവൈഡഡ് ബൈ C/D എന്ന് എഴുതാം. ഈക്വൽ ടു ഈ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് A/B × D/C. ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. രണ്ട് റാഷണൽ നമ്പേഴ്സ്, ഒന്ന് A/Bനെയും നമുക്ക് ഡിവൈഡഡ് ബൈ C/D എന്നാണെങ്കിൽ ഈ ഡിവൈഡ് ചെയ്തതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക A/B, എന്നിട്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക × D/C. പിന്നെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ സെയിം പ്രൊസീജിയർ A × D ഡിവൈഡ് ബൈ B × C. അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് റാഷണൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുക. റെസിപ്രോക്കൽ എടുത്ത് ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 2/3 ഡിവൈഡഡ് ബൈ 1/4 ആണെങ്കിൽ നമ്മൾ എന്താ ഈ 2/3 മൾട്ടിപ്ലൈ വിത്ത് 4/1 ഈക്വൽ ടു 2 × 4 ഈസ് 8 ഡിവൈഡ് ബൈ 3. ദിസ് ഈസ് ദി ആൻസർ. വേറെ രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/4 ഡിവൈഡഡ് ബൈ 3/2 എന്നാണെങ്കിൽ ഈക്വൽ ടു 1/4 ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുക 2/3 ഈക്വൽ ടു 2/12. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിളോട് ചെയ്യാം. ഒരു മിനിറ്റ്. 4/5 ഡിവൈഡഡ് ബൈ 3/2 എങ്ങനെ ചെയ്യാം? നമുക്ക് 4/5 ഇൻറ്റു 2/3 ഈക്വൽ ടു 8/15. 2 × 4 ഈസ് 18 ആൻഡ് 2 × 4 ഈസ് 8 ആൻഡ് 3 × 5 ഈസ് 15. 8/15. 3 × 5 15. 2 × 4 8. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്സ്ട്രാക്ഷൻ, ഇങ്ങനത്തെ കാര്യം, അഡീഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇനി വേറൊരു കേസ് വരികയാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരും ചിലപ്പോൾ. നമുക്ക് 3/5 പ്ലസ് 7/5 വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമ്മൾ മറ്റേ പോലെ A/B പ്ലസ് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 3 × 5 പ്ലസ് 5 × 7 ഡിവൈഡ് ബൈ 5 × 5 ഈക്വൽ ടു എന്തൊരു 3 × 5 ഈസ് 15 പ്ലസ് 7 × 5 ഈസ് 35 ഡിവൈഡ് ബൈ 25 ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 35 പ്ലസ് 15 ഈസ് 50. 50/25. ആൻസർ ഈസ് 2 ആണ് ഇതിൻ്റെ ആൻസർ വരിക. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടില്ല നമുക്ക് ചെയ്യാൻ. ഇങ്ങനെ ചെയ്താൽ മതി. ഒരു മിനിറ്റ്. ഇങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വന്നാൽ 3/5 പ്ലസ് 7/5. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക, ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/5. വാല്യൂ ഈസ് 2. ഇത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ എന്തൊക്കെ ചെയ്തു? 3 × 5 പ്ലസ് 5 × 7 ഡിവൈഡ് ബൈ 5 × 5. അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ലെങ്തി ആയി പോകും. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിനോമിനേറ്റർ അത് തന്നെ ആയിരിക്കും, ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്താൽ മതി. വേറെ കുറച്ച് എക്സാമ്പിളൂടെ നോക്കാം. ഇപ്പോൾ 7 ഒരു മിനിറ്റ്. ഓക്കെ, 7/9 പ്ലസ് 2/9 എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ ഈസ് സെയിം. ദെൻ 7 പ്ലസ് 2 ദാറ്റ്സ് ഈക്വൽ ടു 9/9 ഈക്വൽ ടു 1. ഈ സിമ്പിൾ കിട്ടുന്ന കാര്യം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 7 × 9 പ്ലസ് 2 × 9 ഡിവൈഡഡ് ബൈ 9 × 9. അപ്പോൾ ഒരുപാട് ലെങ്തി ആവും, ഒരുപാട് സമയമാകും പോകും. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി കിട്ടി കഴിഞ്ഞാൽ ഇത്ര പണിയേ ഉള്ളൂ. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതാം, ന്യൂമറേറ്റർ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, 5/6 മൈനസ് 2/6 ആണെങ്കിലും എന്ത് തന്നെയാണ് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എഴുതുക. 5 - 2 ഈക്വൽ ടു 3/6. 3/6ൻ്റെ വാല്യൂ എന്താണ്? ഒരു 3. 2 × 3. ഇവിടെ 6 നമുക്ക് 2 × 3 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഈ ഒരു 3യും 3യും ക്യാൻസൽ ചെയ്ത് പോവും.
1/2 ഈസ് ദി ആൻസർ. അഡീഷൻ്റെയും സബ്സ്ട്രാക്ഷൻ്റെയും കേസിൽ മാത്രമേ ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ്റെയും കേസിൽ ഇത് നോക്കരുത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം 1/2 ഇൻറ്റു 4/2 ചെയ്യുകയാണെങ്കിൽ നമ്മളിതുപോലെ ഡിനോമിനേറ്റർ 2 വെച്ച് ചെയ്യരുത്, അത് ആൻസർ തെറ്റിപ്പോവും. മൾട്ടിപ്ലിക്കേഷൻ ഒരു മെത്തേഡുള്ളൂ. 1/2 ഇൻറ്റു 4/2 ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 1 ഇൻറ്റു 4 ചെയ്യുക. 4/2 ഇൻറ്റു 2 ഈസ് ഓൾസോ 4 ഈക്വൽ ടു 1 ഈസ് ദി ആൻസർ. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ അഡീഷനും സബ്സ്ട്രാക്ഷനും മാത്രമേ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ആ മെത്തേഡ് യൂസ് ചെയ്യാവൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മൾട്ടിപ്ലിക്കേഷനും റാഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും ഒക്കെ. ഇത് കുറച്ചുകൂടി പ്രോബ്ലംസ് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കും. പിന്നെ റാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സബ്സ്ട്രാക്ഷനും ഒന്നും പിന്നെ മറ്റുള്ള പ്രോബ്ലംസിൽ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടില്ല, പേടിക്കേണ്ടതില്ല. ബാക്കിയൊക്കെ സ്മൂത്തായിട്ട് കിട്ടിക്കോളും. ഓക്കെ.